ഓ, എന്റെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഹലോ ഹലോ മോളെ. ആ ഫിദ മേഡം, ഞാനിവിടെ രാധികയുടെ അടുത്തുള്ളത്. ആറ്റുവാശ്ശേരി വന്നപ്പോ സിറ്റുവേഷൻ കുറച്ച് പ്രശ്നമായിരുന്നു. ഇവിടെ ഒരു കരിങ്കാളി മുത്തശ്ശി ഉണ്ടല്ലോ, കറിക്കത്തി എടുത്ത് രാധികയെ കൊല്ലാൻ നോക്കുന്ന സമയത്താ ഞാനിവിടെ വന്നത്. ദൈവമേ, എന്നിട്ട് മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ തള്ളെ തീർത്തിട്ടല്ലേ ഞാൻ വിളിക്കൂ. ആ, ഞാൻ രാധികയെ കൊണ്ടൊന്ന് പുറത്തു പോവാന്ന് കരുതി വന്നതാ. പക്ഷേ വിളിച്ചിട്ട് ആള് വരുന്നില്ല. മേഡം ഒന്ന് പറ, ഞാൻ രാധികയ്ക്ക് കൊടുക്കാം. ഹലോ. മോളെ, മോക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, മുത്തശ്ശി വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ബഹളം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയെ കണ്ടത്. സൂക്ഷിക്കണം. നീ കുറച്ചുകൂടി ഒന്ന് ധൈര്യം കാണിക്കണം. അത് പറയാനും കൂടിയാ ആരതിവർമ്മ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നത്. മോളെ ആരതിവർമ്മയുടെ കൂടെ പോയിക്കോ. അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. മാഡം, ആരതിയെ സ്വന്തം ചേച്ചിയെ പോലെ കാണാനല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി തന്നെയാ. മോളൊപ്പം പോയിക്കോ. ശരി. എന്നിട്ട് ആരതി പറയുന്നൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതാ പെരുവഴിയിൽ ഉപേക്ഷിച്ച് കളയാനല്ല, അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവൾ ആരതി. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് അവള് ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്. കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട് അവളിൽ നിന്നും. ഞാൻ കൂടെ പോയിക്കോളാം. ഞാൻ കക്ഷിയൊന്ന് പുറത്തു കൊണ്ടുപോയി നോക്കട്ടെ, എന്നിട്ട് വിളിച്ചു പറയാം ബാക്കി കാര്യങ്ങള്. ശരി മോളെ. എന്നാ പെട്ടെന്നായിക്കോട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇറങ്ങാനൊന്നുമില്ല. എന്നാലും ഒന്ന് റെഡി ആയിക്കോ.